ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് മടക്കി ചപ്പാത്തിയുടെ റെസിപ്പി നോക്കാം. സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് ഉപ്പ് ചേർത്തതൊന്ന് കുഴച്ചെടുക്കാം. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ ഷേപ്പിലല്ല ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റും ഡിഫറെൻ്റ് ആണ്. ചപ്പാത്തി മാവ് നന്നായി കുഴച്ചതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ പുരട്ടി നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല. അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഈ മാവൊന്ന് എണ്ണ പുരട്ടി നീളത്തിലൊന്ന് പരത്തിയെടുക്കണം. ഇനി ഇതിൻ്റെ 2 സൈഡും നമുക്കിതുപോലെ മടക്കി കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ മടക്കി കൊടുക്കണം. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ബാക്കി മാവ് കൂടി നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ മാവിനെ ഒരു സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കുന്നുണ്ട്. ഇത് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ ഗോതമ്പ് മാവ് ചേർക്കുന്നില്ല. ഓയിൽ സ്പ്രെഡ് ചെയ്താണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഒരു പാനിലോട്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പരത്തി വെച്ച മടക്ക് ചപ്പാത്തി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.